ഏഞ്ചൽ ബ്രാൻഡ് കാർഡാണ്. സ്പീഡാണ്, സേഫാണ്, റേറ്റും കുറവാണ്. നമ്മുടെ പല ക്ലയൻസിനും പല പല ഫോർമാറ്റിലുള്ള ഫയൽസ് വേണ്ടത്. റോ മാത്രം വേണ്ട ക്ലയൻസ് ഉണ്ട്, JPG വേണ്ട ക്ലയൻസ് ഉണ്ട്, റോയും JPG വേണ്ട ക്ലയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും കാർഡ് ഒരു പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. സോണിയുടെ കാർഡുകൾ നമ്മൾ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്, പല പല കമ്പനികളുടെ കാർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏഞ്ചൽ ബ്ലേഡും നമ്മുടെ കേരള മാർക്കറ്റിലേക്ക് ഒത്തിരി ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സേഫ്റ്റിയുടെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ കാനോൺ, നിക്കോൺ കമ്പനികളൊക്കെ അവരുടെ ക്യാമറയുടെ കൂടെ ഫ്രീ ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്ന ഒരു കാർഡാണ് ഏഞ്ചൽ ബ്ലേഡ്. അപ്പോൾ അവർ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കും കുറച്ചൊക്കെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് സീരിയൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള കമ്പനികൾ ചെയ്യുന്ന പോലെ തന്നെ ഡേറ്റ റിക്കവറി ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ട്. അങ്ങനെ സേഫ്റ്റിയുടെ കേസ് വരുമ്പോൾ ഏഞ്ചൽ ബ്ലേഡ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. സ്പീഡിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏഞ്ചൽ ബ്ലേഡിൻ്റെ കാർഡ് നമുക്ക് 820 MB/s നമുക്ക് റീഡിങ് സ്പീഡ് തരുമ്പോൾ 800 MB ആണ് സോണിക്ക് തരാൻ പറ്റുന്നത്. 730 നമുക്ക് ഏഞ്ചൽ ബ്ലേഡ് റൈറ്റിംഗ് സ്പീഡ് തരുമ്പോൾ സോണി നമുക്ക് തരുന്നത് 700 ആണ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഫയൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫയൽ കോപ്പി ചെയ്യാനായിട്ട് ഇപ്പോൾ എനിക്ക് എപ്പോഴും സ്പീഡ് ഫീൽ ചെയ്തത് ഇതിന് തന്നെയാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഷട്ടറിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും ഏഞ്ചൽ ബ്ലേഡ് കാർഡ് നമുക്ക് നന്നായിട്ട് സ്പീഡായിട്ട് തോന്നുന്നുണ്ട്. റേറ്റിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഏഞ്ചൽ ബ്ലേഡ് തന്നെയാണ് നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. 330 GB ഈ കാർഡിന് നമുക്ക് 20,000 രൂപയാണ് ഇപ്പോൾ റേറ്റിൽ നമുക്ക് വിലയുള്ളത്. ആ സമയത്ത് 160 GB സോണിയുടെ ഒരു കാർഡിൻ്റെ വില നിങ്ങൾക്കറിയാം. അപ്പോൾ എപ്പോഴും റേറ്റിൻ്റെ കേസിനകത്തായാലും സേഫ് ആയിട്ടുള്ള കാര്യത്തിനകത്തായാലും സ്പീഡിൻ്റെ കാര്യത്തിനകത്തായാലും എപ്പോഴും ഏഞ്ചൽ ബ്ലേഡ് തന്നെയാണ് നമുക്ക് അടിപൊളിയായിട്ട് വരുന്നത്. പിന്നെ ഞാൻ എപ്പോഴും സോട്ട് റെക്കോർഡിംഗ് ആണ് യൂസ് ചെയ്യാറ്. സോട്ട് റെക്കോർഡിംഗ് എന്ന് നിങ്ങൾക്ക് അറിയാലോ, JPGയും റോയും ഞാൻ മിക്കപ്പോഴും എടുക്കാറുണ്ട്. അപ്പോൾ കാർഡ് 1 റോ എടുക്കുകയാണെങ്കിൽ കാർഡ് 2 JPG എടുക്കും. അങ്ങനെ കാർഡ് 1ഉം 2ഉം യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ ഞാൻ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കും ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ചില ആൾക്കാരൊക്കെ ട്രസ്റ്റ് ചെയ്യാനായിട്ടൊരു പ്രശ്നം ഉണ്ടാവും. 1 ഇയറൊക്കെ നമുക്ക് ഈ കാർഡ് എങ്ങനെ ഉണ്ടാവും, നല്ലതായിരിക്കുമോ എന്ന് ട്രസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാർഡ് 1 ഏഞ്ചൽ ബ്ലേഡ് ഇടാം, മറ്റേതിനകത്ത് വേറൊരു കാർഡ് ഇടാം. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഞാനിപ്പോൾ 2 സ്ലോട്ടിനകത്തും ഏഞ്ചൽ ബ്ലേഡ് കാർഡുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.